18 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യത്തോടെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി CKN ട്രേഡേഴ്സ്. നിർമ്മാണ മേഖലയെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും സന്ദർശിക്കുക CKN ട്രേഡേഴ്സ്, കരുളായി റോഡ്, ഉപ്പുവള്ളി, പൂക്കോട്ടുംപാടം. ബ്രാഞ്ച് കാളികാവ്, മൂച്ചിക്കൽ. മുത്തേടം കാറ്റാടിയിൽ 4 വർഷം പ്രായമായ കമുകുകൾ സാമൂഹ്യദ്രോഹികൾ വെട്ടിനശിപ്പിച്ചു. 3 കർഷകരുടെ 275ഓളം കമുകുകളാണ് വെട്ടിനശിപ്പിച്ചിട്ടുള്ളത്. 2019 പ്രളയത്തിൽ പുന്നപ്പുഴയിൽ നിന്ന് വെള്ളമുയർന്ന് നശിച്ചുപോയ കൃഷിക്ക് പകരമായാണ് കിടാരക്കുഴിയിൽ വർഗീസ്, ഉദുംകുഴിയിൽ ജെയിംസ്, ഉദുംകുഴിയിൽ തങ്കച്ചൻ എന്നിവർ വീണ്ടും കമുകിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചത്. അത്യുൽപാദനശേഷിയുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള കമുകിൻ തൈകളാണ് ഇവർ 4 വർഷം മുൻപ് പ്രളയത്തെ അതിജീവിച്ച് കൃഷി ചെയ്തത്. കമുകുകളെല്ലാം കായ്ക്കാൻ പ്രായമായപ്പോഴാണ് അവ സാമൂഹ്യദ്രോഹികൾ വെട്ടി നശിപ്പിച്ചതെന്ന് കർഷകർ പറയുന്നു. വേനൽക്കാലത്ത് നനച്ചും വെയിലിൽ നിന്ന് സംരക്ഷണം നൽകിയും വളപ്രയോഗം നടത്തിയും മികച്ച രീതിയിൽ പരിചരിച്ചു പോന്ന കൃഷിയായിരുന്നു. ഈ ഇനത്തിൽ നല്ല ചിലവും വന്നിട്ടുണ്ട്. ഈ കൃഷിയാണ് ഒറ്റ രാത്രി കൊണ്ട് സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് രാത്രിയുടെ മറവില് സാമൂഹ്യ വിരുദ്ധര് കയറി കിടാരക്കുഴി വർഗീസിന്റെ തോട്ടത്തിലും ഉദുംകുഴി ജെയിംസിന്റെ തോട്ടത്തിലും ഉദുംകുഴി തങ്കച്ചാന്റെ തോട്ടത്തിലുമായിട്ട് കയറി ഏകദേശം 275ഓളം കമുകുകൾ ചെറുതും കായ്ഫലം വന്നു തുടങ്ങിയതുമായത് ക്രൂരമായി വെട്ടി നശിപ്പിച്ച് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരുത്തിയിരിക്കുകയാണ്. 2020 വെള്ളപ്പൊക്കത്തിന് ഈ തോട്ടങ്ങൾ മുഴുവനും ജലപ്രളയത്തിൽ നശിച്ചതാണ്. അതിനുശേഷം ക്രമേണ സ്റ്റെപ്പായിട്ട് വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്ന് ഈ പ്രകൃതിയുടെ വല്ലാത്ത അവസ്ഥകളിൽ പന്നിയുടെയും മറ്റ് പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉള്ളതിന് നടുവിൽ രാപ്പകൽ അധ്വാനിച്ച് വേർപ്പൊഴുക്കി ഉണ്ടാക്കി ഫലം പറിക്കാനാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ക്രൂരത എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇത് ആര് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ധാരണകളൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് മറ്റ് ശത്രുക്കളോ അങ്ങനെയുള്ള ഉപദ്രവം ചെയ്യാനുള്ള ആരും തന്നെ ഉള്ളതായിട്ട് അറിയത്തില്ല. ഞങ്ങളത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാം കൂടെ വന്ന് ഇത് കണ്ടു. ഇതിന് ന്യായമായ നഷ്ടപരിഹാരം തരുവാനും ഇത് ആര് ചെയ്തു എന്നത് കണ്ടുപിടിക്കാനും ഒക്കെ ഒന്ന് ഇടയാകണം. കൃഷി നശിപ്പിച്ച സാമൂഹ്യദ്രോഹികളെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കൃഷിസ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്ത്, മെമ്പർമാരായ ഉമ്മർ മുണ്ടയിൽ, ഹരിദാസൻ, കൃഷി ഓഫീസർ നീതു തങ്കം എന്നിവരും ആവശ്യപ്പെട്ടു. 2 ദിവസം മുമ്പും ഇന്നലെയുമായിട്ട് ഒരുപാട് 300ഓളം കവുങ്ങുകളാണ് വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. കർഷകരുടെ പ്രതീക്ഷയായിരുന്നു ഇത്. കായ്ച്ചതും കായ്ക്കാനായ ചെറിയ ചെറിയ തൈകളാണ് വെട്ടി മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവര് പ്രകൃതി ദുരന്തത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ 19 ഉണ്ടായ പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി പുതിയതായി വെച്ചൊക്കെ കൊണ്ടുവരുന്ന കവുങ്ങ് തൈകളാണിത്. ഈ സാമൂഹ്യ വിരുദ്ധരാണിത് ഇതിൽ കടന്നിങ്ങനെ വെട്ടിയിട്ടുള്ളത്. വെട്ട് മാത്രമല്ല, ഓരോ കവുങ്ങിനും ഓരോ വെട്ട് വെച്ച് അതും പോകണമെന്നില്ല രൂപത്തിൽ പല കവുങ്ങുകളും നോക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. എനിക്ക് തോന്നുന്നത് മനുഷ്യരെ നേരിട്ട് വെട്ടാൻ പറ്റാത്തതായിരിക്കും ഈ തൈകളെ വെട്ടി ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധർ ഇങ്ങനത്തെ നാശം വരുത്തിയിട്ടുള്ളത്. ഇതിന് പഞ്ചായത്ത് ഭരണസമിതി ഇവരെ കർഷകരുടെ കൂടെ നിന്നിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത് സംബന്ധിച്ച് എടക്കര പോലീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, മൂത്തേടം.